ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതാപത്തിന്റെയും യശസ്സിന്റെയും മതമാണ് ഇസ്ലാം എന്നത്. വിശ്വാസം കൊണ്ടും സ്വഭാവം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും പ്രതാപത്തിന്റെ മതിലുകളാണ് ഇസ്ലാം പണിതിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മുന്നിലും അവന് തലകുലിക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ഒരാളുടെ മുന്നിലും അവൻ കൈ നീട്ടേണ്ടവനല്ല, അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ. കാരണം അവൻ മുസ്ലിമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ധൈര്യസമേതം ഞാനൊരു മുസ്ലിമാണ്, സച്ചരിതരായ ആളുകൾ ഏതൊരു പാതയിലാണോ സഞ്ചരിച്ചത് ആ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ എന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിക്കണം എന്നതാണ്. കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഉപകരിക്കുക അവന്റെ ഇസ്ലാം മാത്രമാണ്. അവൻ ഉപകരിക്കുക അവൻ ഇസ്ലാമിനോട് എത്രത്തോളം കൂറു പുലർത്തി എന്നത് മാത്രമായിരിക്കും അവന് ഉപകാരമുണ്ടാവുക എന്നതാണ്. അവന്റെ കുടുംബ മഹിമയോ അവന്റെ സ്ഥാനമാനങ്ങളോ നാട്ടിൽ അവൻ നേടിയെടുത്ത അവൻ നെയ്തുണ്ടാക്കിയ നേട്ടങ്ങളൊന്നും യാതൊരു പ്രയോജനവും അവൻ അതിൽ ഉണ്ടാവുകയില്ല എന്നതാണ്. അബൂലഹബിന് കുടുംബബന്ധം ഉപകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം ഉപകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബബന്ധമോ നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഇതൊന്നുമല്ല മാനദണ്ഡം, മറിച്ച് മാനദണ്ഡം നമ്മുടെ ഇസ്ലാമാണ്. നമ്മുടെ ഇസ്ലാം അത് എത്രത്തോളം ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് മാനദണ്ഡമായി നമ്മൾ കാണേണ്ടത് എന്നതാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിന് എപ്പോഴും ഉണ്ടാകേണ്ടത് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ പ്രതാപമുള്ളവനാണ് എന്ന ഒരു തോന്നൽ ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ്. മുനാഫിഖീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും നിരന്തരം കളിയാക്കിക്കൊണ്ടിരുന്നത് ഇസ്ലാമിന് യാതൊരു പ്രതാപവുമില്ല, മുസ്ലിമീങ്ങൾക്ക് പ്രതാപമില്ല, മുസ്ലിമീങ്ങൾ നിന്ദ്യരാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു തിരുത്തിക്കൊണ്ട് അള്ളാഹു ആയത്ത് ഇറക്കുകയാണ്. സൂറത്ത് മുനാഫിഖൂനിലെ 8-ാമത്തെ ആയത്ത്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. പ്രതാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അത് അള്ളാഹുവിന്റെ പ്രവാചകന് മാത്രമുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിച്ച സത്യവിശ്വാസികളായ ആളുകൾക്ക് മാത്രമുള്ളതാണ് പ്രതാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാണ്. അതുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന സ്വത്വബോധത്തിൽ പ്രതാപം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഞാനൊരു മുസ്ലിമാണ് എന്ന ഐഡന്റിറ്റി പുറത്ത് വെളിവാക്കാൻ പല ആളുകൾക്കും മടിയുള്ളത് പോലെയാണ് നമ്മൾക്ക് കാണാറുള്ളത് എന്നാണ്. അതിലുപരി ഞാൻ സലഫിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന യഥാർത്ഥ സലഫിയാണ് എന്ന് പറയാൻ പോലും ചില ആളുകൾക്ക് മടിയുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മതത്തിൽ നമ്മുടെ ഇസ്ലാമിൽ നമുക്ക് പ്രതാപം ഉൾക്കൊള്ളാൻ മുൻഗാമികളായ ആളുകൾ എങ്ങനെയാണോ പ്രതാപം ഉൾക്കൊണ്ടത് ആ രൂപത്തിൽ പ്രതാപത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആ നഷ്ടപ്പെട്ട പ്രതാപത്തിന്റെ നേർക്കാഴ്ചകൾ, പ്രതാപത്തിന്റെ കൃത്യമായ പതിപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, അദ്ദേഹം കിസ്റയിലേക്ക് കത്തയക്കുകയാണ്, അസ്ലിം തസ്ലം, ഇസ്ലാം സ്വീകരിച്ചോ, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങൾ സുരക്ഷിതരാകും, നിങ്ങൾ ആഖിറത്തിലും ദുനിയാവിലും വിജയികളായി മാറും എന്നതായിരുന്നു കിസ്റയിലേക്ക് അയച്ച കത്തിന്റെ ഉള്ളടക്കം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഇല്ലാ ജിതുക ബിരിജാലിൻ യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂന അൻതുമുൽ ഹയാത്ത്. നിങ്ങൾ ജീവിക്കാൻ കൊതിക്കുന്നത് പോലെ മരിക്കാൻ കൊതിക്കുന്ന ഒരു സൈന്യവുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പുറപ്പെടുക. അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങൾക്ക് സുരക്ഷിതമാകാം എന്നതായിരുന്നു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തിന്റെ ഉള്ളടക്കമെന്നാണ്.
ഇത് കിസ്ര വായിച്ച് കിസ്രക്ക് വിറയലുണ്ടായി. കിസ്ര ചെയ്തത് സ്വീനിലേക്ക്, ചൈനയിലേക്ക് കത്തയക്കുകയാണ് സഹായത്തിനു വേണ്ടി. ചൈനയിൽ നിന്ന് സഹായം ലഭിക്കണം, സൈന്യം ലഭിക്കണം എന്നതിന്റെ പേരിൽ തിരിച്ച് ചൈനയിലേക്ക് കത്തയക്കുന്നു. ചൈനയുടെ രാജാവ് തിരിച്ചു മറുപടി പറഞ്ഞത്, യാ കിസ്ര ലാ ഖുവത ലി ബിഖൗമിൻ ലൗ അറാദു ഖൽഅൽ ജിബാലി മിൻ അമാകിനിഹാ ലഖലഊഹാ. പർവ്വതത്തെ അതിന്റെ സ്ഥാനത്തിൽ നിന്ന് ഇളകി മാറ്റാൻ ഒരു വിഭാഗം പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അവരതിന് പുറപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെതിരെ എനിക്ക് എന്റെ സൈന്യത്തെ നൽകാൻ സാധിക്കുകയില്ല, അങ്ങനെയുള്ള ഒരു ശക്തിയെ ക്ഷയിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നായിരുന്നു ചൈനയുടെ രാജാവിന്റെ മറുപടി എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്ന പ്രതാപം അത് ഇസ്ലാമിന്റെ പ്രതാപമായിരുന്നു എന്നാണ്. ശത്രുക്കൾ പേടിച്ചിരുന്നത് അത് ഇസ്ലാമിന്റെ പ്രതാപത്തെയായിരുന്നു എന്നുള്ളതാണ്. അതാണ് സൂറത്തു സാഫാത്തിലെ 173-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വ ഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ. നമ്മുടെ സൈന്യം അത് അതിജയിക്കുക തന്നെ ചെയ്യും. എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് അതിശീഘ്രം നമ്മുടെ സൈന്യം സഞ്ചരിക്കും എന്നായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നൽകിയ മറുപടി എന്നതാണ്. ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തടവ് പുള്ളിയാകുന്ന ഒരു രംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോമയിലേക്ക് അദ്ദേഹത്തെ അയക്കുന്നു. സൈന്യത്തോടൊപ്പമാണ് അദ്ദേഹത്തെ അയക്കുന്നത്. പക്ഷേ ആ റോമക്കാർ വഞ്ചനയിൽ അവർ ജീവിച്ചു വന്ന റോമക്കാർ അദ്ദേഹം വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹത്തെ തടവ് പുള്ളിയാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ആദ്യമായി ആവശ്യപ്പെടുന്നത്, ആദ്യമായി അദ്ദേഹത്തോട് അവിടെയുള്ള രാജാവ് ചോദിക്കുന്നത്, ഹല്ലക അൻ തതനസ്സർ, നീ നസറാനിയാകാൻ തയ്യാറാണോ എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന് വാഗ്ദാനം നൽകുകയാണ്, എന്റെ രാജാധിപത്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് നൽകാം. ഞാൻ എന്താണോ ഞാൻ ഉടമപ്പെടുത്തുന്നത് അതിന്റെ പകുതി ഞാൻ നിനക്ക് നൽകാൻ തയ്യാറാണ്, നീ നസറാനിയായി കഴിഞ്ഞാൽ എന്നായിരുന്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു നേരിട്ട ഒന്നാമത്തെ ചോദ്യം. അതിന് ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ലൗ അഅതൈതനി ജമീഅ മാ തംലിക്, നിങ്ങൾ ഉടമപ്പെടുത്തുന്നതെല്ലാം എനിക്ക് തന്നാലും ശരി, വജമീഅ മുൽക്കിൽ അറബ്, അറബികൾ ഉടമപ്പെടുത്തുന്നതെല്ലാം തന്നാലും ശരി, മാ റജഅതു അൻ ദീനി മുഹമ്മദിൻ തറഫത ഐൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽ നിന്ന് കണ്ണിമ വെട്ടുന്ന ആ സമയം വരെയും ഞാൻ വ്യതിചലിക്കുകയില്ല, അതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുകയില്ല എന്നായിരുന്നു മറുപടി എന്നാണ്. രണ്ടാമതായി അദ്ദേഹത്തോട് ഭീഷണിപ്പെടുത്തുന്നത്, ഇദൻ അഖ്തുലക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്നായിരുന്നു. ആ സമയത്ത് വഹാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു പ്രതാപത്തോടു കൂടി മറുപടി പറഞ്ഞത്, അൻത വദാക്, നീ ചെയ്യുന്നത് പോലെ ചെയ്തോ എന്നായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കുരിശിലേറ്റു എന്നാണ്. അദ്ദേഹത്തെ കുരിശിലേറ്റു, അദ്ദേഹത്തെ പേടിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് അമ്പെയ്ത്തുകാരോട് പറഞ്ഞു, അദ്ദേഹത്തിനെതിരെ അമ്പെയ്യണം, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് അമ്പെയ്യണം, പക്ഷെ ശരീരത്തിലേക്ക് സ്പർശിക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് ഒഴിവാകാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞത്. അങ്ങനെ അമ്പെയ്യുന്നു. അദ്ദേഹത്തിന് യാതൊരു ഇളക്കവും അദ്ദേഹത്തിന്റെ ഈമാനിന് സംഭവിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ജയിലിൽ അടക്കുന്നു. ജയിലിൽ അടച്ചിട്ട് 3 ദിവസത്തോളം അദ്ദേഹത്തിന് ഭക്ഷണമായി യാതൊന്നും നൽകുന്നില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭക്ഷണമായി വെച്ചു കൊടുക്കുന്നത് കള്ളും പന്നിമാംസവുമായിരുന്നു എന്നാണ്. 3 ദിവസവും അദ്ദേഹം യാതൊന്നും ഭക്ഷിച്ചിട്ടില്ല എന്നതാണ്. അദ്ദേഹം നിർബന്ധ സാഹചര്യത്തിലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഭക്ഷിക്കാമായിരുന്നു, എന്നിട്ടും അദ്ദേഹം ഭക്ഷിച്ചിട്ടില്ല എന്നതാണ്. മൂന്നാമതായി അവിടെ ആ രാജാവ് ചെയ്യുന്നത്, വലിയ തളിക കൊണ്ടുവന്ന് അതിൽ ചൂടുണ്ടാക്കി, ചൂടുവെള്ളമുണ്ടാക്കി, അങ്ങേയറ്റത്തെ ചൂടിൽ രണ്ട് ആളുകളെ അതിൽ ഇറക്കുന്നു എന്നതാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 2 ആളുകളെ അതിലിട്ടുകൊണ്ട് അവർ മരണപ്പെടുന്നത് ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു മുമ്പിൽ വെച്ച് കാണുകയാണ്. ആ സമയത്ത് പോലും ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു യാതൊരു ഭയവും അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല എന്നതാണ്.
ആ സമയത്തും ചോദിക്കുന്നു, നസറാനിയാകാൻ താല്പര്യമുണ്ടോ? ആ സമയത്തും മറുപടി ഇല്ല, യാതൊരു താല്പര്യവും എനിക്കില്ല എന്നായിരുന്നു. ഇത് കണ്ട സന്ദർഭത്തിൽ ചൂടേറിയ വെള്ളത്തിൽ 2 മുസ്ലിമീങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു കരയുകയാണ്. അദ്ദേഹം പൊട്ടിക്കരയുന്നു. ആ സമയത്ത് ഫഖീല ലിൽ മലിക് ഇന്നഹു ബക ഫظن അന്നഹു ഖദ് ജസിഅ ഫഖാല റദ്ദൂഹു. ഈ കരയുന്നത് കണ്ട് അവിടെയുള്ള സൈന്യങ്ങൾ പറഞ്ഞു, രാജാവേ, അദ്ദേഹം കരയുന്നുണ്ട്, എന്താണ് അദ്ദേഹത്തെ ചെയ്യേണ്ടത്? ആ സമയത്ത് രാജാവിന്റെ സന്നിധിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് രാജാവ്, മാ അബ്കാക, എന്താണ് താങ്കളെ കരയിപ്പിച്ചത്? എന്താണ് കരയാനുള്ള കാരണം? ആ സമയത്ത് ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി നമ്മുടെ ഓരോ ആളുകളുടെയും ചെവികളിൽ എപ്പോഴും അലയൊലി ഉണ്ടാക്കേണ്ട മറുപടിയാണ് എന്നതാണ്. ആ സമയത്ത് ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹിയ നഫ്സുൻ വാഹിദ تلقى الساعة فتذهب فكنت أشتهي أن يكون بعدد شعري أنفس തുൽഖാ ഫിന്നാരി ഫില്ലാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഞാൻ ഈ തളികയിൽ എറിയപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ഒറ്റ നഫ്സാണ് നശിക്കുക. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ രോമകൂപങ്ങൾ എത്രയാണോ എന്റെ ശരീരത്തിലുള്ളത് അത്രയും നഫ്സുകൾ എനിക്കുണ്ടാവുകയും ഓരോ നഫ്സും ആ ഭക്ഷണ തളികയിൽ എറിയപ്പെടുകയും അങ്ങനെ ഞാൻ നശിക്കുകയും ചെയ്യുകയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ എന്റെ ജീവിതം ത്യജിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്നാണ്. അതായിരുന്നു സുഹൃത്തുക്കളെ അന്നത്തെ മുസ്ലിമീങ്ങളുടെ പ്രത്യേകത. അന്നത്തെ മുസ്ലിമീങ്ങൾ വേറിട്ട് നിന്നിരുന്നതും അവർ ഇസ്ലാമിൽ, അവരുടെ മതത്തിൽ, സ്വന്തം മതത്തിൽ പ്രതാപം ഉൾക്കൊണ്ടവരായിരുന്നു എന്നുള്ളതാണ്. അവസാനം രാജാവിന് ഒന്നും പറയാൻ വയ്യാതെ രാജാവ് അവസാനം പറയുന്നത്, അങ്ങനെയാണ് എങ്കിൽ നീ എന്റെ നെറ്റിത്തടം ചുംബിക്കുകയും നിന്റെ കൂടെയുള്ള മറ്റു തടവ് പുള്ളികളെയും നീ ഏറ്റെടുത്തുകൊണ്ട് നീ നിന്റെ നാട്ടിലേക്ക് മടങ്ങുക എന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ വാഗ്ദാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ച് മടങ്ങുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലും അനിവാര്യമാണ് അൻ യുഖബ്ബില റഅസ ഇബ്നു ഹുദാഫ, ഹുദാഫയുടെ മകന്റെ നെറ്റിത്തടം ചുംബിക്കുക എന്നത് എല്ലാവരുടെയും മേൽ അനിവാര്യമാണ്. വ അന അബ്ദഉ, ഞാൻ അതുകൊണ്ട് ആരംഭിക്കുകയാണ്. ഫഖബ്ബല റഅസഹു, അങ്ങനെ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിത്തടം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുംബിച്ചു എന്നതാണ് ചരിത്രം. നമ്മൾ ആലോചിക്കേണ്ടത്, അദ്ദേഹത്തെ വധിക്കുമെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ ക്രൂശിച്ചു, എല്ലാ പരീക്ഷണത്തിനും അദ്ദേഹത്തെ വിധേയനാക്കി, എന്നിട്ടും ദീനിന്റെ ഒരു അളവ് പോലും അദ്ദേഹം ദീനിന്റെ അധ്യാപനത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? പണത്തിനു വേണ്ടി, അതല്ലെങ്കിൽ ദീനിനെ നമ്മുടെ ദുനിയാവിന്റെ ചെറിയ ഓഹരികൾക്ക് വേണ്ടി ദീനിനെ വിൽപ്പന ചെയ്യുന്ന, ദീനിനെ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ഏറ്റവും വലിയ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ദുരന്തം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മതം കൊണ്ട് പ്രതാപം ഉൾക്കൊള്ളുന്നവരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കിസ്റയിലേക്ക് പോകുന്ന ചരിത്രത്തിന്റെ രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ കുറുകിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ്. ചെറിയ വാളുമായി കൊണ്ട് അവിടെ വിരിക്കപ്പെട്ട മെത്തയിലൂടെ അതിനെ കീറി മുറിച്ചുകൊണ്ട് വളരെ ധൈര്യസമേതം രാജാവിന്റെ മുമ്പിൽ അദ്ദേഹം നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന രംഗമുണ്ട്, ജിനാ ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ് വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം. അടിമകളെ ആരാധിക്കുന്നവരായ ആളുകളെ ഉടമയെ ആരാധിക്കുന്നവരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ്. മറ്റു മതങ്ങളുടെ അനീതിയിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന അധ്യാപനമായിരുന്നു രാജാവും മന്ത്രിമാരും സൈന്യവും ഒന്നടങ്കമുള്ള അവരുടെ മുന്നിൽ ധൈര്യസമേതം അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്നാണ്. എന്നിട്ട് രാജാവിന്റെ മന്ത്രിയോട് പറയുന്ന രംഗമുണ്ട്, എന്തൊരു വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ്, എന്തൊരു ധൈര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ്. ആ സ്വഹാബിക്ക് ആ ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ആയിരുന്നു. വലില്ലാഹിൽ ഇസ്സതു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന ആയത്തായിരുന്നു അവരുടെ പ്രചോദനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ആധുനിക ചരിത്രത്തിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള രംഗങ്ങൾ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. തുർക്കിയിലെ രാജാവായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സന്ദർഭത്തിൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സുലൈമാൻ അൽ ഖാനൂനി എന്ന് പറയുന്ന റഹിമഹുല്ല,
അദ്ദേഹത്തിന് ഒരിക്കൽ ഫ്രാൻസിൽ നൃത്തങ്ങൾ, ഫ്രാൻസ് എന്ന് പറയുന്ന നാട്ടിൽ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് നൃത്തം നടക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാനിടയായി. അദ്ദേഹം കത്തെഴുതുകയാണ്. അദ്ദേഹം ഫ്രാൻസിലേക്ക് കത്തെഴുതുന്നു. ബലഗനി അൽ ഖബറു അന്നകും അഹ്ദസ്തും റുഖ്സതൻ ഫഹ്ശാഹ ബൈനർ റിജാലി വന്നിസാ. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലർന്നുകൊണ്ട് ഇസ്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞ അങ്ങനെയുള്ള വൃത്തങ്ങൾ, അങ്ങനെയുള്ള നൃത്തങ്ങൾ നിങ്ങൾ അവിടെ നടമാടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചു. വലമ്മാ യഅതീക റിസാലതി ഇമ്മാ അൻ തംനഉ ഹാദൽ ഫഹ്ശ ബിഅൻഫുസികും. എന്റെ കത്ത് നിങ്ങളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ തന്നെ ഇത് നിർത്തലാക്കും, ഔ അതൈതു ഇലൈക്കും വദമ്മർതു ബിലാദകും, അതല്ലെങ്കിൽ ഞാൻ എന്റെ സൈന്യവുമായി നിങ്ങളിലേക്ക് പുറപ്പെടും, എന്നിട്ട് നിങ്ങളെ ഇല്ലായ്മ ചെയ്യും, നിങ്ങളെ നശിപ്പിക്കും. വബഅദ ഹാദിഹി റിസാല ലം യകുനി റഖ്സു ഫീ ഫറൻസ 100 സനത്തിൻ. ആ കത്ത് ആ ഫ്രാൻസിലെ രാജാവിന്റെ കൈകളിലേക്ക് എത്തിയതിനു ശേഷം 100 വർഷക്കാലം അവിടെ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, മുൻഗാമികൾക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാമായിരുന്നു. അവരുടെ വായുവും അവരുടെ വെള്ളവും എല്ലാം ഇസ്ലാമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അതുകൊണ്ടായിരുന്നു അവർക്ക് ഇസ്ലാമിന്റെ പ്രതാപത്തിന്റെ മാധുര്യം അവർക്ക് നുകരാൻ സാധിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പല ആളുകൾക്കും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളോട് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് എന്നാണ്. നിസ്കാരത്തിൽ കണിശതയില്ല. 5 വഖത്ത് ഒരു മനുഷ്യൻ നിസ്കരിക്കുക എന്നത് അവന്റെ മേൽ നിർബന്ധമായ വിഷയമാണ്. എന്നാൽ അതുപോലും നിസ്കരിക്കാത്ത, പേരുകൊണ്ട് മുസ്ലിമായ എത്ര മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, വിശുദ്ധ ഖുർആനിനെ ഒഴിവാക്കിയ ആളുകൾ അത് പാരായണം ചെയ്യുകയോ അതിനെ പഠന വിധേയമാക്കുവാനോ മുന്നിൽ വരാത്ത എത്രയെത്ര മുസ്ലിമീങ്ങളായ മനുഷ്യന്മാർ. 60-70 വയസ്സെത്തി സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണ് മുസ്ലിമീങ്ങൾക്ക് ബാധിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. കൂട്ടുകാർക്ക് അമിതമായ പ്രാധാന്യം നൽകുകയും സ്വന്തം പെറ്റ ഉമ്മാക്കും അതേപോലെ തന്നെ അവന്റെ മാതാപിതാക്കൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ മാതാപിതാക്കളോട് വളരെ മോശമായ സമീപനത്തോടുകൂടി പെരുമാറുന്ന ആളുകൾ. ഇസ്ലാമിന്റെ മാതാപിതാക്കളോടുള്ള അധ്യാപനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര മഹനീയമാണ് ഇസ്ലാം കൽപ്പിച്ച കൽപ്പനകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉപ്പ മുന്നിൽ നടക്കുമ്പോൾ ഉപ്പയുടെ പിന്നിലാണ് ഒരു മകൻ നടക്കേണ്ടത്. അതാണ് മര്യാദ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജോലിയുടെ പേരിൽ, കച്ചവടത്തിന്റെ പേരിൽ എന്ത് ഹറാമും ചെയ്യാൻ മുതിരുന്നവരായി ഇസ്ലാം മാറിയിട്ടുണ്ട് എന്നാണ്, മുസ്ലിമീങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര വലിയ ഖേദകരമായ അവസ്ഥയായിട്ടാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഹലാലായ പണമല്ലാതെ ഒരു ഉറുപ്യ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ സലഫുകളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നതാണ്. മുൻഗാമികളായ ആളുകൾ ജോലിക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിലുള്ള ഭാര്യമാരും അതേപോലെ തന്നെ മക്കളും പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഹറാമായ ഒരു ദീനാറ് പോലും, ഒരു ദിർഹം പോലും വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിലും ശരി, ഞങ്ങൾ സഹിച്ചുകൊള്ളാം, പക്ഷേ ഹറാമിന്റെ ഒരു ഉരുള പോലും നമ്മുടെ വായിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നായിരുന്നു സലഫുകളുടെ മറുപടി എന്നതാണ്. അതേപോലെ തന്നെ മക്കളെ ദീനീപരമായി വാർത്തെടുക്കാൻ പരിശ്രമിക്കാത്ത മാതാപിതാക്കൾ, ദീനി പ്രബോധനത്തിൽ യാതൊരു പങ്കാളിത്തവും പല ആളുകളും വഹിക്കുന്നില്ല എന്നതാണ്. നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ, സാമൂഹികമായി മുസ്ലിമീങ്ങളുടെ ചുറ്റുപാട്, മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്, മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എനിക്കെന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള യാതൊരു ചിന്തയുമില്ലാതെ നമ്മളും നമ്മുടെ കുടുംബവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു കഴിയുന്ന ആളുകൾ ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കല്യാണ വേളയിൽ നടക്കുന്ന പേക്കൂത്തുകൾ, മുസ്ലിം കല്യാണം എന്നത് പേര് കൊണ്ട് മാത്രമാണ്. അവിടെ നടക്കുന്ന ഹലാലായ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ നിക്കാഹ് ഒഴികെയുള്ള എല്ലാം ഹറാമായതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ്. നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഹറാമായ ബന്ധങ്ങൾ തുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് എന്നതാണ്.
അതേപോലെ തന്നെ ആഴ്ചയിൽ ഒറ്റ ഒരു ദിവസമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെരുന്നാൾ എന്ന നിലക്ക് നമുക്കുള്ളത് ഒരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച പോലും കൃത്യസമയത്ത് പള്ളിയിലേക്ക് എത്താൻ ആളുകൾ പരിശ്രമിക്കുന്നില്ല എന്നത് തന്നെ എത്ര ഖേദകരമായ അവസ്ഥയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഖുതുബ തുടങ്ങിക്കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് നിസ്കാരത്തിനെത്തുന്ന ചില ആളുകൾ, മറ്റു ചില ആളുകൾ ഇതൊക്കെ എപ്പോഴും നടക്കുന്നതല്ലേ, ആഴ്ചയിലുള്ളതല്ലേ, നിസ്കാരത്തിലേക്കൊക്കെ എത്തിയാൽ മതി, അത്രയേ ഉള്ളൂ എന്ന നിലക്ക് കാണുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ദീനാണ്, ദീനിനോട് എന്ത് കൂറാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ കാര്യമായി ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് മുസ്ലിമീങ്ങളുടെ പതനത്തിന്, മുസ്ലിമീങ്ങളുടെ ഉയർച്ചക്ക് തകരാറ് സംഭവിച്ചതിൽ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ പണം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ നമുക്ക് പ്രതാപത്തിലേക്ക് എത്തിപ്പെടാൻ, ഇസ്സത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ആദ്യമായി തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ കുന്നാ അസല്ല ഖൗമിൻ, നിന്ദ്യരായ സമുദായമായിരുന്നു നമ്മൾ, ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, എന്നാൽ ഇസ്ലാം കൊണ്ട് അല്ലാഹു നമുക്ക് പ്രതാപം നൽകി എന്നതാണ്. ഫമഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അഅസ്സനല്ലാഹ് അസല്ലനല്ലാഹ് എന്നായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആരെങ്കിലും ഇസ്ലാമിലൂടെ അല്ലാതെ ഇസ്സത്ത് കാംക്ഷിച്ചു കഴിഞ്ഞാൽ, പ്രതാപം കാംക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവന് പ്രതാപം ലഭിക്കുകയില്ല. മറിച്ച് പ്രതാപം ലഭിക്കുക അത് ഇസ്ലാമിലൂടെ മാത്രമാണ് എന്നായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് പ്രതാപമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഇസ്സത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, നമ്മൾ പരിപാലനമായ ഇസ്ലാം ദീനിലേക്ക് പൂർണ്ണമായി നമുക്ക് പ്രവേശിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് സൂറത്ത് സുമറിലെ 54-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅനീബു ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടതുണ്ട്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് കീഴൊതുങ്ങേണ്ടതുണ്ട്. എപ്പോഴാണോ നിങ്ങൾ ആ രൂപത്തിൽ കീഴൊതുങ്ങുന്നത്, ആ സന്ദർഭത്തിലാണ് നമുക്ക് പ്രതാപത്തിന്റെ മാധുര്യം നുകരാൻ സാധിക്കുക എന്നാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപത്തെ വീണ്ടെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മുൻഗാമികൾ ജീവിച്ചതുപോലെ ആ ഇസ്ലാമിന്റെ പ്രതാപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഐക്യപ്പെട്ടുകൊണ്ട് നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ നയിച്ചാൽ മാത്രമാണ് അങ്ങനെയുള്ള ഒരു പ്രതാപത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ മുസ്ലിമീങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു കനിയുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ മാത്രമാണ് പ്രതാപം നേടാൻ സാധിക്കുക എന്നാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ ചില ആളുകളെങ്കിലും മുസ്ലിമീങ്ങൾക്ക് പ്രതാപം നഷ്ടപ്പെടാനുള്ള കാരണം എന്ത് എന്ന് അന്വേഷിക്കുന്നിടത്ത്, എന്ത് എന്ന് വിലയിരുത്തുന്നിടത്ത് ചില അപാകതകൾ, ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ചില ആളുകൾ പറഞ്ഞു വരുന്നത് മുസ്ലിമീങ്ങൾക്ക് പ്രതാപം നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണമായി അവർ പറയുന്നത് മക്രുൽ അഅദാ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളാണ്. ശത്രുക്കൾ ശക്തിപ്പെട്ടു, അവരുടെ കുതന്ത്രങ്ങൾ കാരണത്താലാണ് മുസ്ലിമീങ്ങളുടെ പ്രതാപം നഷ്ടപ്പെട്ടത് എന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇംറാനിലെ 120-ാമത്തെ ആയത്തിൽ പറയുന്നത്, വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദുഹും ഷൈആ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ് എങ്കിൽ, നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ കൃത്യമായി സൂക്ഷിക്കുകയാണ് എങ്കിൽ, ലാ യദുറുകും കൈദുഹും ഷൈആ, അവരുടെ കുതന്ത്രങ്ങളൊന്നും യാതൊന്നും ബലിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ മൂലമാണ് ഇസ്ലാമിന്റെ ശക്തി ക്ഷയിച്ചത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതില്ല എന്നുള്ളതാണ്. രണ്ടാമതായി ചില ആളുകൾ പറയുന്ന കാരണം അൽ ഹുക്കാമുദ്ദാലിമീൻ, അക്രമകാരികളായ
അക്രമകാരികളായ തെറ്റ് ചെയ്യുന്ന തിന്മക്ക് പ്രോത്സാഹനം നൽകുന്ന ചില രാജാക്കന്മാര് മൂലമാണ് അങ്ങനെ ഉണ്ടായത് എന്നാണ്. ഭരണാധികാരികൾ മൂലമാണ് ഇസ്ലാമിന്റെ പ്രതാപം നഷ്ടപ്പെട്ടത് എന്നാണ്. ഒരിക്കലുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വകദാലിക നുവല്ലി ബഅദ ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത തെറ്റുകൾ മൂലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് ഭരണാധികാരി അങ്ങനെ ആകാൻ കാരണം നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. മൂന്നാമതായി വിലയിരുത്തപ്പെടുന്നത് തഫറുഖുൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ പരസ്പരം വിഭജിച്ചിട്ടുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും ഒന്നിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ചില ആളുകൾ പറഞ്ഞു വരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിലയിരുത്തുന്നത് എണ്ണത്തിലല്ല, എണ്ണത്തിന്റെ പെരുപ്പത്തിലല്ല, മറിച്ച് സത്യത്തോടാണ് ഇസ്ലാമിന് കൂറ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ മുസ്ലിമീങ്ങളുടെ ശക്തിക്ക് കോട്ടം സംഭവിക്കാനുള്ള കാരണം അവർ ആ എണ്ണത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്ന ഒരു തോന്നൽ മൂലമായിരുന്നു ആ യുദ്ധത്തിന്റെ ആദ്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് തകർച്ചയുണ്ടായത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആളുകൾ ഉണ്ടാവുക എന്നതല്ല, മറിച്ച് ഉള്ള ആളുകൾ അത് കൃത്യമായ ആളുകളായിരിക്കുക എന്നതാണ് അതിന്റെ മാനദണ്ഡം എന്നുള്ളതാണ്. നാലാമതായി ഇന്ന് ചില ആളുകൾ പറയുന്നത് നമ്മൾ ജിഹാദിന് പുറപ്പെടണം, നമ്മൾ ആളുകൾ കയ്യിലേന്തണം, എന്നിട്ട് യുദ്ധത്തിന് നമ്മൾ പുറപ്പെടണം എന്നാണ് ആളുകൾ പറഞ്ഞു വെക്കുന്നത് എന്നാണ്. വളരെ വളരെ ബാലിശമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ എത്ര വികലമായ വാദമാണ് അവർ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും മുസ്ലിമീങ്ങൾ ജിഹാദിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് പ്രതാപമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ഉള്ള പ്രതാപവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ്. മക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടം പരിശോധിക്കുമ്പോൾ അവിടെ യുദ്ധം നടമാടിയിട്ടില്ല. എന്താണ് കാരണം? മുസ്ലിമീങ്ങൾക്ക് യാതൊരു ശക്തിയുമില്ല, മുസ്ലിമീങ്ങൾക്ക് പോരാടാനുള്ള ആയുധങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ജിഹാദിന് പുറപ്പെടണം എന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും അത് ഇസ്ലാമിന് യോജിച്ചതല്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടത് എന്നതാണ്. അതുകൊണ്ട് എല്ലാത്തിനുമുള്ള ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനുള്ള മുസ്ലിമീങ്ങളാവുക, ദൃഢനിശ്ചയമുള്ള, വിശ്വാസത്തിൽ ശിർക്ക് കലരാത്ത, അതേപോലെ തന്നെ ജീവിതത്തിൽ ബിദ്അത്തുകളില്ലാത്ത, തിന്മകളുടെ ലാഞ്ചനകൾ പോലുമില്ലാത്ത, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പ്രതാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിമീങ്ങളായി നമ്മൾ എപ്പോഴാണോ മാറുന്നത് അന്നാണ് ഇസ്ലാമിലേക്ക് പ്രതാപത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത് നമ്മൾ പ്രതാപമുള്ളവരാണ്. ആ പ്രതാപത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ പ്രതാപത്തിന് മങ്ങലേൽക്കുന്ന യാതൊന്നും നമ്മുടെ പക്കലിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലരാകേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതി പ്രാപിച്ച സമൂഹം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എങ്കിൽ എന്നാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത് നമ്മൾ നല്ല ഈമാനുള്ള യഥാർത്ഥ മുസ്ലിമീങ്ങളായി മാറാൻ ഓരോ ദിവസവും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആസ്വാദകരമായ ജീവിതമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? സമാധാനപരമായ ജീവിതമാണോ ആഗ്രഹിക്കുന്നത്? സുന്ദരമായ കുടുംബ ജീവിതമാണോ ആഗ്രഹിക്കുന്നത്? എല്ലാം നമുക്ക് സാധ്യമാവുക അത് മതത്തിന്റെ ചിട്ടവട്ടങ്ങളിലൂടെ കൃത്യമായി കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു മുസ്ലിമിന് മാത്രമേ അത് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മുസ്ലിമീങ്ങളായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.